ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, 1990 അൾജീരിയയിൽ ആഭ്യന്തര കലാപം പടർന്നു പിടിച്ചു. അവിടെയുള്ള ടിബ്ഹിറൈൻ എന്ന സ്ഥലത്ത് സ്ഥാപിതമായ അവർ ലേഡി ഓഫ് അറ്റ്ലസ് എന്ന ട്രാപ്പിസ്റ്റ് സന്യാസി സമൂഹത്തിലെ 9 പേരോട് എത്രയും വേഗം രാജ്യം വിട്ടുപോകാൻ ഭരണകൂടം നിർദ്ദേശിച്ചു. കാരണം ആഭ്യന്തര കലാപകാരികളിൽ നിന്ന് ഈ സന്യാസികൾക്ക് സംരക്ഷണം നൽകാൻ തങ്ങളെക്കൊണ്ടാവില്ലെന്ന് ഭരണകൂടം ഉറപ്പിച്ചു പറഞ്ഞു. ആ സന്യാസിമാർ കടുത്ത ആശങ്കയിലായി. തങ്ങളെ സഹോദരങ്ങളെ പോലെ പരിഗണിച്ച് സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ചുറ്റും താമസിക്കുമ്പോൾ അവരെ വിട്ട് എങ്ങനെ നാടുവിട്ടു പോകും എന്നുള്ള ചിന്തകളായിരുന്നു അവരെ ശല്യപ്പെടുത്തിയത്. രണ്ടാമത്, ആ സ്ഥലം വിട്ടുപോയില്ലെങ്കിൽ തങ്ങളെല്ലാവരും തീവ്രവാദികളുടെ തോക്കിനിരയാകും എന്നുള്ള ഭയവും അവരെ വല്ലാതെ കീഴ്പ്പെടുത്തി. ആ നാട് വിട്ടുപോകാൻ ആലോചിക്കുന്ന ആശ്രമശ്രേഷ്ഠനോട്, ഫാദർ ക്രിസ്ത്യനോട്, ആ നാട്ടിലെ ഒരു മുസ്ലിം സ്ത്രീ വന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുത്. കാരണം നിങ്ങൾ ശിഖരങ്ങളും ഞങ്ങൾ അതിൽ കൂടുകൂട്ടുന്ന പക്ഷികളുമാണ്. ഫാദർ ക്രിസ്ത്യൻ പറഞ്ഞു, ഞാൻ ഇത്രനാളും കരുതിയിരുന്നത് ഞങ്ങൾ വിദേശികളായതുകൊണ്ട് നിങ്ങൾ ശിഖരങ്ങളും ഞങ്ങൾ അതിൽ ചേക്കേറിയ കിളികളുമാണെന്നാണ്. സ്ത്രീ പറഞ്ഞു, ഒരിക്കലുമല്ല, ദൈവമാണ് വൃക്ഷം, നിങ്ങളാണ് ശിഖരങ്ങൾ, ഞങ്ങൾ അതിൽ കൂടുകൂട്ടുന്ന ചേക്കേറുന്ന കിളികളാണ്, ഞങ്ങളെ വിട്ടുപോകരുത്. ഫാദർ ക്രിസ്ത്യൻ തൻ്റെ കൂടെയുള്ള 8 സഹോദരങ്ങളോട് ഈ സംഭവം വിവരിച്ചു. പക്ഷേ അവരിൽ ഏറ്റവും ഇളയവനായ ക്രിസ്റ്റഫർ പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ നാട്ടിലേക്ക് പോകണം. അന്ന് രാത്രിയിൽ തൻ്റെ കിടപ്പറയിൽ വെച്ച് ക്രിസ്റ്റഫർ ദൈവത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞാനൊരു വൈദികനായത് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു രക്തസാക്ഷിയാകാൻ വേണ്ടിയല്ല. പിറ്റേന്ന് ആ സന്യാസിമാർ ഒന്നു ചേർന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ അന്യനാട്ടിൽ തുടരണോ അതോ ജന്മനാടായ ഫ്രാൻസിലേക്ക് മടങ്ങിപ്പോകണോ? അവർക്കിടയിൽ കടുത്ത ആശയഭിന്നതയുണ്ടാകുന്നുണ്ട്. കുറച്ചുപേര് അവിടെ തുടരണമെന്നും മറ്റുള്ളവർ മടങ്ങിപ്പോകണമെന്നും. ഫാദർ ക്രിസ്ത്യൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളിൽ നിന്ന് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തമാകാൻ വേണ്ടി നമുക്ക് അല്പനേരം പ്രാർത്ഥനയിൽ ചിലവഴിക്കാം. അന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ച് പിറ്റേന്ന് സന്യാസിമാർ ഊട്ടുമുറിയിൽ ഒന്നിച്ചുകൂടി വീണ്ടും വോട്ടിട്ടു. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ തുടരാം, ഈ നാട് നമ്മളെ വിശ്വസിക്കുന്നു, ഈ ചുറ്റുമുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മളെ കാത്തിരിക്കുന്നത് പീഡനങ്ങളും രക്തസാക്ഷിത്വവുമാണെങ്കിൽ നമ്മളത് പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, ഈ തീരുമാനത്തിന് ശേഷം അന്ന് രാത്രിയിൽ ആ സന്യാസിമാർ തങ്ങളുടെ അന്ത്യത്താഴമുണ്ടു. ഊട്ടുമുറിയിൽ ചെക്കോവ്സ്കിയുടെ സ്വാൻ ലേക്ക് എന്ന അതിമനോഹരമായ ഗാനം പശ്ചാത്തലത്തിൽ പാടിച്ച് അവർ അത്താഴം കഴിച്ചു. ആ രാത്രിയിൽ തങ്ങളെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോകും മുമ്പ് ഫാദർ ക്രിസ്ത്യൻ ഒരു കത്തെഴുതി വെച്ചു. അന്ന് രാത്രിയിൽ അവരിൽ 7 പേരെ തീവ്രവാദികൾ പിടിച്ച് മഞ്ഞിലൂടെ കൊണ്ടുപോകുമ്പോൾ ഈ സംഭവത്തെ ആസ്പദമാക്കി സാവിയർ ബുവെ സംവിധാനം ചെയ്ത ഓഫ് ഗോഡ് ആൻഡ് മെൻ ചലച്ചിത്രത്തിൽ ഈ സന്യാസിമാരെയും കൊണ്ട് തീവ്രവാദികൾ മഞ്ഞിലൂടെ നടക്കുമ്പോൾ ഫാദർ ക്രിസ്ത്യൻ എഴുതിയ വിടവാങ്ങൽ കത്തിലെ വരികൾ പശ്ചാത്തലത്തിൽ വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, എനിക്ക് ഒരു അപകടം സംഭവിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് അക്രമങ്ങളുമായി അതിനെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സുഹൃത്തെ, എൻ്റെ അവസാന നിമിഷങ്ങളിലും നിന്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൽ വെച്ച് നമുക്ക് നല്ല സുഹൃത്തുക്കളായി വീണ്ടും കാണാം. അതേ രാത്രിയിൽ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ ഏറ്റവും തീവ്രമായി ആഗ്രഹം പഠിപ്പിച്ച യുവസന്യാസിയായ ക്രിസ്റ്റഫറും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ ഒരു യാചനയല്ല, അത് ഒരു നന്ദി പറച്ചിലാണ്. ഇത്രയും വലിയൊരു സ്നേഹത്തിലേക്ക് എന്നെ നയിച്ചതിന് ദൈവമേ, നിനക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, 1996 മെയ് 21 ആ 7 പേരെയും ശിരസ്സറുത്ത് തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. 2018 ഫ്രാൻസിസ് പാപ്പ ഈ 7 പേരെയും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു. കടുത്ത മത തീവ്രവാദത്തിൻ്റെയും ആഭ്യന്തര കലാപങ്ങളുടെയും പശ്ചാത്തലത്തിൽ സന്യാസവും സമർപ്പണവും വെല്ലുവിളികളെ നേരിട്ടപ്പോൾ അവരതിനെ എങ്ങനെ ധീരമായി നേരിട്ടുവെന്നും അവരതിനെ എങ്ങനെ ധീരമായി അഭിമുഖീകരിച്ചുവെന്നും ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ സ്നേഹം കൊണ്ട് അവരെ എങ്ങനെ വലയം ചെയ്തുവെന്നും അതിമനോഹരമായിട്ട് ഈ സിനിമ ഓഫ് ഗോഡ് ആൻഡ് മെൻ, ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും എന്ന പേരിലുള്ള ഈ ചലച്ചിത്രം അതിമനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. നാം ഇന്ന് ധ്യാനിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളും നമ്മളോട് സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യരെ കാത്തിരിക്കുന്ന പീഡകളെയും സഹനങ്ങളെയും കുറിച്ചാണ്. ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം
1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം മോശയെ ധൈര്യപ്പെടുത്തുന്ന രംഗമാണ്. മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോയുടെ മുൻപിൽ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. അവൻ നിന്നോട് ഹൃദയകാഠിന്യം കാണിക്കും, പക്ഷേ ഞാൻ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ നിന്റെ സഹോദരനായ അഹ്റോനെ കൂട്ടിക്കൊണ്ടുവരും. ഇന്നത്തെ വായനയുടെ അവസാനത്തെ വാക്യം നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം പതിയേണ്ടതാണ്. അവിടെ പറയുകയാണ്, ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹ്റോന് 83 വയസ്സുമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാനങ്ങളിലേക്ക് കടക്കുന്ന 2 വയോധികരെയാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാനായിട്ട്, ഫറവോയോട് യുദ്ധം ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അവരോട് ദൈവം പറയുന്നത്, നിങ്ങളെ ഫറവോ വേഗത്തിൽ ക്ഷണനേരം കൊണ്ട് അനുസരിക്കുമെന്നല്ല, ഫറവോയുടെ ഹൃദയം നിങ്ങൾക്കെതിരെ അതികഠിനമാകുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നവരെ കാത്തിരിക്കുന്നത് പീഡാനുഭവങ്ങളാണ്, കഷ്ടാനുഭവങ്ങളാണെന്നുള്ള ഒരു വലിയ സൂചന ഒന്നാമത്തെ വായന നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യെരമ്യാ തുറന്നെഴുതുകയാണ്. എനിക്കെതിരെ ജനം നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ജനം പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ നീ സംസാരിക്കരുത്. പക്ഷെ ദൈവം പറയുന്നു, നീ സൂക്ഷിക്കണം. നിന്റെ രക്തത്തിനു വേണ്ടി അവർ പദ്ധതിയിടുന്നു, നിന്നെ അവർ അപായപ്പെടുത്തും. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി അവരോട് യുദ്ധം ചെയ്യും, ഞാൻ പ്രതികാരം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രതികാരം ചെയ്യുമെന്ന ആശ്വാസത്തെക്കാളും ദൈവത്തിനു വേണ്ടി സംസാരിക്കാൻ തുനിയുന്ന പ്രവാചകനെ കാത്തിരിക്കുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച്, അവൻ കടന്നു പോകേണ്ട പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈ രണ്ടാമത്തെ വായന വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ വായന പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനമാണ്. 4-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പ്രേക്ഷിത വേളയിൽ ഉടനീളം തങ്ങളെ വിടാതെ പിന്തുടർന്ന സഹനങ്ങളെക്കുറിച്ച് പൗലോസ് വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പര്യവസാനമെന്നോണം പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എന്നാൽ തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ അതിയായി ഞെരുക്കപ്പെടുന്നു, എന്നാൽ തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ വളരെ തീവ്രമായി വിഷമിപ്പിക്കപ്പെടുന്നു, എന്നാൽ ഭഗ്നാശരാകുന്നില്ല, നിരാശരാകുന്നില്ല. ഞങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു, എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടവരാകുന്നില്ല, പരിത്യക്തരാകുന്നില്ല. ഞങ്ങൾ അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എന്നാൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു അപ്പസ്തോലൻ കടന്നു പോകുന്ന സഹനങ്ങളുടെ പർവ്വങ്ങളെക്കുറിച്ചാണ് പൗലോസ് വിവരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളിലൂടെ തങ്ങൾ കടന്നു പോകുന്നത്? തങ്ങളിൽ ക്രിസ്തു ജീവിക്കാനും സന്നിഹിതനാകാനും വേണ്ടിയാണ് ഞങ്ങൾ സഹിക്കുന്നത്. കാരണം സഹനങ്ങൾ എന്നത് ക്രിസ്തുവിൻ്റെ, ഈശോയുടെ തിരിച്ചറിയൽ രേഖയാണ്. എന്നിട്ട് വീണ്ടും പൗലോസ് എടുത്തു പറയും, ഈ വിളി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. ഞങ്ങളുടെ പ്രേക്ഷിത ദൗത്യം മൺപാത്രത്തിൽ നൽകപ്പെട്ട ഒരു നിധിയാണ്. ആ പാത്രം തകർന്നു പോയാലും നിധി അവശേഷിക്കും. കാരണം അദ്ദേഹം അവസാനം പറയുകയാണ്, ഞങ്ങളുടെ ശ്രദ്ധ നശ്വരങ്ങളിലല്ല അനശ്വരങ്ങളിലാണ്. ഈ അനശ്വരമായതൊക്കെ അദൃശ്യങ്ങളാണ്, ദൃശ്യങ്ങളായതെല്ലാം നശ്വരങ്ങളാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും ഇതേ ആശയത്തെയാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പസ്തോലന്റെ ഭാഗധേയം സഹനങ്ങളാണ്. ഇതാ, ചെന്നായ്ക്കളുടെ മധ്യത്തിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങളെ അവർ പിടികൂടും, സിനഗോഗുകളിൽ വെച്ച് നിങ്ങൾ മർദ്ദിക്കപ്പെടും, ന്യായാസനങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടും. അവിടെ വച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളിലൂടെ ഞാൻ സംസാരിക്കും. എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹനങ്ങളുടെ അനിവാര്യതയെയും അടിവരയിടുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ശ്ലീഹാകാലത്തിലെ 5-ാമത്തെ ഞായറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ കൊടുക്കുന്ന വ്യക്തമായ ഒരു ധാരണാപത്രമാണിത്. അവന് വാഗ്ദാനം ചെയ്യാനുള്ളത് സിംഹാസനങ്ങളോ കിരീടങ്ങളോ അധികാരങ്ങളോ ആധിപത്യങ്ങളോ ഒന്നുമല്ല. അവൻ ഉറപ്പായും വാഗ്ദാനം ചെയ്യുന്നത് സഹനങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഗുരു ഇതിലൂടെ കടന്നുപോയെങ്കിൽ നിങ്ങളും അതിലൂടെ കടന്നു പോകണം. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാളും. ഈശോ സഹിച്ച സകല സഹനങ്ങളെയും അതേ അളവിൽ, അതേ അനുഭവത്തിൽ ഓരോ ശിഷ്യനും അനുഭവിച്ചുകൊണ്ട് കടന്നു പോകണം. അപ്പോൾ മാത്രമാണ് ക്രിസ്തുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ അവന് സാധിക്കുകയുള്ളൂ. സഭാപിതാവായ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ നമുക്ക് പരിചയമുണ്ട്. റോമൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് വന്യമൃഗങ്ങൾക്കിരയാക്കാനായിട്ട് റോമിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ ഇഗ്നേഷ്യസ് 7 കത്തുകൾ എഴുതുന്നുണ്ട്. സഭയെക്കുറിച്ചുള്ള തൻ്റെ ഉത്കണ്ഠകളും
തൻ്റെ പ്രതീക്ഷകളെയൊക്കെയാണ് ആ കത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കത്ത് അദ്ദേഹം റോമിലെ സഭയ്ക്ക് എഴുതുന്നതാണ്. അതിൽ അദ്ദേഹം റോമിലെ ജനതകളോട് പറയുകയാണ്, എന്നെ ചക്രവർത്തി റോമിലേക്ക് കൊണ്ടുവരികയാണ്, നിങ്ങൾ ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. എന്നെ കാത്തിരിക്കുന്ന രക്തസാക്ഷിത്വം അകന്നുപോകാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ദൈവത്തിന് ഏറ്റവും ചേർന്ന ഒരു ബലിയായി മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ബലിക്ക് അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിക്കുന്നത് പോലെ എൻ്റെ അസ്ഥികൾ വന്യമൃഗങ്ങൾ പൊടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര ഹൃദയസ്പർശിയായിട്ടാണ്, എത്ര നിർമ്മമതയോടെയാണ് സഹനങ്ങളിലേക്ക് ഒരു ക്രിസ്തു ശിഷ്യൻ കാലെടുത്ത് വയ്ക്കുന്നതെന്ന് ഇതിൽ മനോഹരമായിട്ട് വിവരിക്കാൻ നമുക്കെവിടെയും സാധിക്കില്ല. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പരാജയപ്പെട്ടവരായിരിക്കാം. ക്രിസ്തുവും ആ രീതിയിൽ ഒരു വൻ പരാജയമായിരുന്നല്ലോ. എന്നാൽ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ നശ്വരമായ ഒരു ലോകത്തിന് മുൻപിൽ മാത്രമാണ് കീഴടക്കപ്പെടുന്നത്. അവരെ കാത്ത് അനശ്വരമായ ഒരു ലോകം, അദൃശ്യമായ ഒരു ലോകത്തിൻ്റെ കിരീടം അവരെ കാത്തിരിപ്പുണ്ടെന്ന് സുവിശേഷം ഉറപ്പു തരുന്നുണ്ട്. നിങ്ങളെ ആരെല്ലാം പിടിച്ചാലും ബന്ധിച്ചാലും, നിങ്ങൾ എവിടെയെല്ലാം ഹാജരാക്കിയാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവാത്മാവ്, നിങ്ങളുടെ കൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാവും. ആ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ സഹനങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി, നിലപാടിനു വേണ്ടി സഹനങ്ങളിലൂടെ, കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മളും നിർബന്ധിക്കപ്പെട്ടേക്കാം. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ക്രിസ്തു ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തത് കിരീടങ്ങളും സിംഹാസനങ്ങളും ആയിരുന്നില്ല. മറിച്ച് അവൻ്റെ സഹനങ്ങളോട് നമ്മളെ താതാത്മ്യപ്പെടുത്തുന്ന സഹനങ്ങളെയും പീഡകളെയും കുരിശുകളെയും മാത്രമാണ്. ആ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി മുന്നേറുമ്പോഴാണ് നമ്മൾ അവൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പടയാളികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈശോ, കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പ്രത്യാശയോടെ ഏറ്റുപറയുന്ന ഈശോ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു ശിഷ്യനും ഏതൊരു വിശ്വാസിക്കും വലിയൊരു മാതൃകയും പ്രചോദനവുമായിട്ട് മാറണം. തങ്ങളെ വലയം ചെയ്ത തീവ്രവാദത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും സാഹചര്യത്തിൽ ചുറ്റുപാടുമുണ്ടായിരുന്ന സാധാരണക്കാർക്ക്, അന്യമതസ്ഥരായ ആളുകൾക്ക് അഭയം നൽകുന്ന ശിഖരങ്ങളായിട്ട് മാറിയതുപോലെ, വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച് നിലവിളിച്ച സന്യാസി പിറ്റേ രാത്രിയിൽ ദൈവത്തോട് നന്ദി പറയുന്നവനായിട്ട് മാറിയതുപോലെ, സഹനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനിക്കാനും, അതിലെല്ലാം നമ്മളെ കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, സ്വർഗീയമായ സാന്നിധ്യം തിരിച്ചറിയാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.